ED ഉദ്യോഗസ്ഥരെത്തിയ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സൂചന നൽകി CPM തൊഴിലാളിയുടെ ഉപജീവനമാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മികതയുണ്ട് എന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം പ്രതികരിച്ചു. ആശങ്ക നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. EDയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടത്തുന്നയാളാണ്. അപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനുമിടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടു പോയ ആ കാറിന് നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. കേസ് അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും യൂണിയനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സാരംഗ് സുധാകരൻ ചേർന്നു വിവരങ്ങളുമായി. സാരംഗ്, സംഭവിച്ച് പോയി, ഇനി എങ്ങനെ അതിൽ പരിഹാരം തേടാമെന്നുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന് പരിഹാരം കാണാനുള്ള നീക്കത്തിലാണോ CPM ജില്ലാ നേതൃത്വം? എൽദോ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. കാരണം ED ഔദ്യോഗിക വാഹനത്തിലല്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയതും റെയ്ഡ് നടത്തിയതടക്കം. പക്ഷേ അതിനുശേഷം പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഉപയോഗിച്ച ടാക്സി വാഹനമായിരുന്നു വീണ്ടും അവർ പ്രവർത്തകർ ആക്രമിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തത്. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും. 4 ഭാഗത്തും ഉള്ള ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചിരുന്നു ഒരു വാഹനത്തിന്റെ. 2 വാഹനത്തിനും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മറ്റൊരു വാഹനത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇത് വലിയ രീതിയിലുള്ള നഷ്ടം ഈ ടാക്സി വാഹന ഉടമയ്ക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലെല്ലാം ഈ ഒരു ടാക്സി ഡ്രൈവറുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിന് നേരിടുന്ന പ്രശ്നം. അതായത് ഈ ഒരു വാഹനം കേസിൽപ്പെട്ട് കഴിയുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, ഇനി വരുന്ന ദിവസങ്ങളിലടക്കം കുടുംബം മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം പ്രതികരണത്തിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലാണ് ജില്ലാ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. നഷ്ടപരിഹാരം നൽകും എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്കിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു ടാക്സി ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ നേതൃത്വവുമായി സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു 2 ഡ്രൈവർമാരും ഉണ്ട്. അവരുമായും പാർട്ടി നേതൃത്വം സംസാരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തുതന്നെയായാലും ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായത്തിനെ ബാധിക്കുമെന്ന തരത്തിലുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്. കാരണം ആക്രമിക്കാൻ ഉദ്ദേശിച്ചത് ED ഉദ്യോഗസ്ഥരെയാണെങ്കിലും അത് ഫലത്തിൽ നഷ്ടം വന്നിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളിക്കാണ്. അത് വലിയ രീതിയിലുള്ള കോട്ടം ഈ ഒരു EDക്കെതിരെയുള്ള ഒരു സമരത്തിലും അല്ലെങ്കിൽ പ്രതിഷേധത്തിലും ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത് നീക്കം. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ഉപജീവന മാർഗത്തിൽ തടസ്സം വന്നത് അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് മാത്രമാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. എല്ലാം സാരംഗ് സൂചിപ്പിച്ച പോലെ തൊഴിലാളിയുടെ ഉപജീവന മാർഗം അതിൽ എങ്ങനെ പരിഹരിക്കാം, അതിലെങ്ങനെ പ്രതിസന്ധികളെ മറികടക്കാം എന്നുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ്. ആ ധാർമ്മികതയുടെ പേരിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി നൽകുന്ന ഉറപ്പ്. പക്ഷേ നഷ്ടപരിഹാരം നൽകുമെന്നോ അല്ലെങ്കിൽ അത്തരമൊരു വാക്കുകളോ ഉറപ്പ് നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് CPMന്റെ ജില്ലാ നേതൃത്വം ആ ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.